നിങ്ങൾ ഒരൽപ്പനേരത്തെ രസത്തിനായി എങ്ങു നിന്നോ വന്നു മുങ്ങിക്കുളിപ്പവർ എങ്ങാനുമൊന്നു കാൽ തെറ്റിയാ ലക്ഷണം മുങ്ങിടും പൊങ്ങില്ല ജീവനോടെയുടൽ. നമസ്കാരം. കവിത എഴുതുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കവിത എഴുതുന്നത് സാധാരണ അനുവാചകരെ പാടി കേൾപ്പിക്കാൻ, ചൊല്ലി കേൾപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ വായിച്ച് കേൾപ്പിക്കാനൊക്കെയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ കവിത എഴുതുന്ന ആൾക്കാർ ആദ്യം ചെയ്യുക അതെങ്ങനെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കും, ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ, അതല്ലെങ്കിൽ പുസ്തകമാക്കി ഇറക്കും, അതല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ അത് ചൊല്ലിക്കൊടുക്കും. പക്ഷേ കവിത എഴുതിയിട്ട് അത് ഒരു പുഴയിൽ സ്ഥാപിക്കുന്ന ഒരു കവിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എൻ്റെ കൂടെയുള്ളത് ശിവൻ മുപ്പത്തടമാണ്. ശിവൻ മുപ്പത്തടം എന്ന് പറയുന്ന കവി, അദ്ദേഹം ആലുവ കാരോത്തുകുഴി ആശുപത്രിയിലെ PR ആണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ട് അത് പുഴയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. എൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നിൽ കാണുന്നത് പെരിയാറാണ്. പെരിയാറിൽ ആലുവ ശിവരാത്രി മണപ്പുറത്തിൻ്റെ കരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പെരിയാറിന് വേണ്ടിയിട്ടാണ് ശിവൻ മുപ്പത്തടം തൻ്റെ ഒരു കവിത സമർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കവി കവിത എഴുതി ഒരു പുഴയ്ക്ക് സമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ പുഴയിൽ പ്രതിഷ്ഠിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്, എന്താണ് അതിന് പ്രചോദനമെന്ന് കവിയോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഒരു കവിത എഴുതിയിട്ട് ഈ പെരിയാറിൽ സമർപ്പിക്കാൻ അങ്ങേക്ക് തോന്നിയത്? ആലുവ പുഴ വളരെ ശാന്തമായിട്ട് ഒഴുകിയിരുന്ന ഒരു നദിയാണ്. പക്ഷേ ഈ നദി വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ അനേകം ചുഴികളും കയങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ ആലുവ പുഴ ശാന്തവുമാണ്, അതേസമയത്ത് അപകടകാരിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് കുളിക്കാൻ വന്നിട്ട് ഈ ചുഴിയിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഏതാണ്ട് വർഷത്തിൽ 6-7 പേര് വരെ മരിക്കും. പക്ഷേ അതിനൊന്നും ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്നും ഉണ്ടാവാതിരുന്നിരിക്കുകയും. ഞാൻ ആലുവ സെൻറ്റ് മേരീസ് സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവിടെ പഠിച്ച 2 കുട്ടികൾ എൻ്റെ ഒപ്പം പഠിച്ചവരല്ല. ഞാൻ 80-ൽ അവിടെ നിന്ന് പോന്നു. പക്ഷേ ഇത് 99-ൽ 2 കുട്ടികൾ അവിടെ പഠിക്കുന്ന ഇവിടെ വന്ന് കുളിക്കാൻ ഇറങ്ങി അവർ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. അങ്ങനെ ഞാൻ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് അന്ന് ജോലി കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ തീരത്ത് വന്നിരുന്നപ്പോഴാണ് ഈ നദി എന്നോട് പറയുകയാണ്, മക്കളെ നിങ്ങളിങ്ങോട്ട് ഇറങ്ങിയിടല്ല, തക്കവും പാർത്തിരിപ്പുണ്ടിവിടെ മൃത്യു. അങ്ങനെ 2 വരി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ 2 വരി മനസ്സിലേക്ക് വരാണ്. യഥാർത്ഥത്തിൽ ഈ പുഴയാണ് ആവശ്യപ്പെട്ടത്. അതെ, ഒരു അമ്മ പറയുന്ന പോലെയാണ് ഇങ്ങനെ. പിന്നെ ഞാൻ ആ കവിത എഴുതാണ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ 2 വരി പുഴ പറഞ്ഞു ബാക്കിയുള്ള നമ്മള് തക്കവും പാർത്തിരിപ്പുണ്ട് ഇവിടെ മൃത്യു, ഊക്കോടെ വൻചുഴി ചുറ്റിടും നേരം ഇന്നാർക്കുമാവില്ല രക്ഷിക്കുവാനോർക്കുക. നിങ്ങൾ ഒരൽപ്പനേരത്തെ രസത്തിനായി എങ്ങു നിന്നോ വന്ന് മുങ്ങിക്കുളിപ്പവർ എങ്ങാനും ഒന്ന് കാൽ തെറ്റിയാ ലക്ഷണം മുങ്ങിടും പൊങ്ങില്ല ജീവനോടെയുടൽ. എത്രയോ പേരിതു ലംഘിച്ചു മക്കളെ, അത്ര പേരും രക്ഷപ്പെട്ടില്ലൊരിക്കലും. മാത്രമോ കണ്ണുനീർ തോരില്ല നിങ്ങൾ തൻ മാതാപിതാക്കളിൽ ജീവകാലം വരെ. ഞാനാണിതിൻ ഹേതുവെന്നു നനച്ചുകൊണ്ടൂനമില്ലാതെ പഴിക്കുന്നു മാനവർ. മാനസം നീറിയും മൗനം സഹിച്ചുമീ യാനം തുടർന്നു പോകുന്നുള്ളത് എൻ വിധി. നല്ലതു ചൊല്ലുകയാണമ്മ ഞാൻ നദി, അല്ലൽ കണ്ടിടുവാനാവില്ലെനിക്കുമേൽ. ഉല്ലാസമോടെ കുളിക്കുവിൻ ശ്രദ്ധരായി, എല്ലാരെയും സർവശക്തൻ തുണച്ചിടും എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കവിത സാർ എഴുതി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് ഈ പുഴയിൽ സ്ഥാപിക്കണം എന്ന് പറയുന്ന ഒരു ആശയം? ഈ കവിത ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമുക്കിതിവിടെ പുഴയിൽ സ്ഥാപിക്കാൻ, അവിടെ എഴുതി വയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യാം. അപ്പോൾ അവയെ തന്നെ എല്ലാവരും കൂടി പറഞ്ഞു, നമുക്ക് വലിയൊരു ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ ശ്യാമളരാജൻ എന്നൊക്കെ പറയുന്ന, ഹസ്സൻ എന്നൊക്കെ പറയുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരു വലിയ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ പെയിൻറ്റ് കൊണ്ട് എഴുതി. അത് 2000 ജനുവരി 1-ന്. 2000 ജനുവരി 1-ന്. അതെ, 24 വർഷം. നല്ലൊരു തീയതിയാണ്. അതെ, അത് അന്ന് അങ്ങനെ തന്നെ വെച്ചത്, ജനുവരി 1. ഇപ്പം ഈ 2024 ജനുവരി 1 വരുമ്പോൾ 24 വർഷമാവും. അവിടെ പുഴയിൽ സ്ഥാപിച്ചിട്ട് അന്ന് ഇവിടെ ആലുവയുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവി, എൻ്റെ ഗുരുനാഥൻ
NK ദേശമാണ് അത് അന്ന് അനാച്ഛാദനം ചെയ്തത്. ഓ, NK ദേശം അനാച്ഛാദനം ചെയ്തു. പിന്നെ പുഴയിലെ അതെ പുഴയുടെ കവിത ഈ പുഴ അമ്മയായിട്ട് പറയുന്നു. അത് വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ജനങ്ങളിലേക്ക് ഈ വാർത്ത വ്യാപകമായിട്ട് വളരുകയും ചെയ്തതോടുകൂടി ആളുകൾ ഇവിടെ കുളിക്കാൻ വരുമ്പോൾ ഈ കവിത വായിക്കാൻ ഒരുപാട് പേര് വരും. ഈ കവിത വായിക്കുന്ന സമയത്ത് ഒരു മുന്നറിയിപ്പ് ശരിക്കൊരു അതായത് ഒരു മുന്നറിയിപ്പ് കവിതയാണ്. അപ്പൊ അങ്ങനെ വായിച്ച് പിന്നെ ആ വർഷം ആരും മരിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ സമാധാനം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എടുത്തു പറയാവുന്ന കാര്യം, 2000 ഈ പുഴയിൽ ആരും മുങ്ങി മരിച്ചില്ല. 2001 സെപ്റ്റംബർ 30 എറണാകുളത്ത് നിന്ന് വന്ന നിവിൻ ജോർജ് എന്ന് പറയുന്ന 2 യുവാക്കൾ ആ പുലിമുട്ടിൽ നിന്ന് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ മുങ്ങി മരിച്ചു. ഇതിന് ശേഷം സംഭവിച്ചത്. അതെ. അപ്പോൾ തന്നെ അന്ന് അവർ മരിച്ചപ്പോഴാണ് 2002 മാർച്ച് 3 അമ്മ എന്ന് പറയുന്ന ഒരു ശില്പം എൻ്റെ സുഹൃത്തും എൻ്റെ ഒരു ബന്ധുവും നാട്ടുകാരനും കൂടിയായ മുപ്പത്തടം ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശില്പിയുണ്ട്. അദ്ദേഹം ഒരു ശില്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അമ്മ ഈ കവിതയുടെ ശില്പാവിഷ്കാരം. അപ്പോൾ ഒരു കൈ ഇങ്ങനെ തടഞ്ഞുകൊണ്ട്, മക്കളെ നിങ്ങളിങ്ങോട്ട് ഇറങ്ങിയിടല്ല, തക്കവും പാർത്തിരിപ്പുണ്ട് ഇവിടെ മൃത്യു എന്ന് ഒരു കൈ പുഴയിലേക്കും ഒരു കൈ നമുക്ക് നേരെയും തടഞ്ഞുകൊണ്ടും ചൂണ്ടിക്കൊണ്ടും ഉള്ളൊരു ശില്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം കവിത സ്ഥാപിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം പിറ്റേ വർഷം അതിൻ്റെ ഒരു ശില്പം ഉണ്ടാവുന്നു. ഇപ്പം ഈ രണ്ടും വന്ന് ഇത് അതിനുശേഷം ഇവിടെ പിന്നെ ഉള്ള മരണങ്ങളെല്ലാം ആലുവായുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള കടവുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മണൽപ്പുറം കുളക്കടവിൽ പിന്നെ ഉണ്ടായിട്ടില്ല. കുളിക്കടവിൽ, മണൽപ്പുറം കുളിക്കടവിൽ പിന്നെ അങ്ങനെ അതെ. ഇത് വളരെയധികം അതുകൊണ്ട് തന്നെ ആ കവിത അവിടെ നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയും അതിനെ റിനോവേഷൻ ചെയ്യുന്ന സമയത്തും എല്ലാവരും സഹകരിക്കുകയും 3 വെള്ളപ്പൊക്കം കടന്നു വരികയും അതിനിടയിൽ ഈ കവിത ഈ ശില്പം മുടിഞ്ഞു പോവുകയൊക്കെ ചെയ്തപ്പോഴും മൂടല്ല, അത് വലിയ വലിയ പായലൊക്കെ വന്ന് പിന്നെ വലിയ തടി വന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഒടിഞ്ഞു പോയപ്പോഴും അത് വീണ്ടും പുനരുദ്ധരിച്ചൊക്കെ വച്ചിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരി തന്നെയല്ലേ? കാരണം ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും അല്ലെ ഇങ്ങനെ ഒരു കവിതയിലൂടെ ഒരു മുന്നറിയിപ്പ്, കൂടാതെ ഒരു ശില്പവും അല്ലേ? അതെ, ഒരിക്കലും ഞാൻ അതിനെപ്പറ്റി കുറച്ച് ചെറുതായിട്ടൊക്കെ അന്വേഷിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു രീതി ആരും ചെയ്തതായി നമ്മുടെ അറിവിൽ വന്നിട്ടില്ല. അതെ. അപ്പൊ അതുകൊണ്ട് അത് തന്നെയുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കവിതയുടെ ആയുസ് എന്ന് പറയുന്നത് ഒരാഴ്ചപ്പതിപ്പിൽ വന്നാൽ ഒരാഴ്ച, ഒരു മാസികയിൽ വന്നാൽ ഒരു മാസം ആണ്. പക്ഷെ ഇത് 24 വർഷമായിട്ട് ഈ കവിത ജനങ്ങൾക്ക് ഇപ്പോഴും വായന, അതായത് വായിക്കുമ്പോൾ എന്നെ രാത്രിയൊക്കെ പലരും വിളിക്കാറുണ്ട് ഇവിടെ വന്ന് ഇത് വായിച്ചു കഴിയുമ്പോൾ. അതിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്, വിളിച്ച് എന്നോട് വളരെ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചൊരു കവിതയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ഈ ആലുവ മണൽപ്പരപ്പിലൂടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണാലോ, വായിക്കാൻ. കേട്ടതാണ്, എനിക്ക് അറിയില്ല. ഇവിടെ പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട സിനിമ താരം ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തെ ഈ കവിത സുരാജ് വെഞ്ഞാറമ്മൂടോ ആരോ വായിച്ചു കേൾപ്പിച്ചു എന്നും അദ്ദേഹം ആരാണ് ഈ ശിവൻ എന്ന് ചോദിച്ചു എന്നൊക്കെ കേട്ടവർ വന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം എന്നെ കണ്ടിട്ടുമില്ല, ഞാൻ അദ്ദേഹത്തെ അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഒരിക്കൽ നാഷണൽ ജോഗ്രഫി ചാനൽ വന്ന് എടുത്തുകൊണ്ട് പോയത് അങ്ങനെയൊക്കെ ചെയ്ത മകന്റെ വിവാഹത്തിരക്കിലാണ് ശിവൻ മുപ്പത്തടത്തിനെ ഞാൻ കണ്ടെത്തിയത്. ഏതായാലും ഈ തിരക്കിനിടയിലും കുറച്ച് സമയം തന്നെയെങ്കിലും കലാകൗമുദിക്ക് വേണ്ടിയിട്ട് താങ്കളുടെ ഈ ഒരു വളരെ പ്രത്യേകതയാർന്ന ഈ കവിതയെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ പുതിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ മനസ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മലയാളത്തിൽ നിന്നേറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന കലാകൗമുദി ദിനപത്രം എനിക്ക് വേണ്ടി എന്നെ കണ്ടെത്തുകയും ഈ കവിതയെക്കുറിച്ച്
ഇവിടെ സ്ഥാപിച്ച ശില്പത്തെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി ഇൻ്റർവ്യൂ ചെയ്തതിന് ശ്രീ ഹരീഷ് സാറിനും കലാകൗമുദിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.